നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാർഡ് പേഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇനി നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിവൈൻ ടൈമിനനുസരിച്ചിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും എല്ലാം റിസൾട്ട് ഡിവൈൻ ടൈമിനനുസരിച്ചാണ് വരുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ഓൾറെഡി കിട്ടുന്നുണ്ട്. നിങ്ങളിലോട്ട് ഭഗവാൻ ഹെൽപ്പ് തരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ആ ഡിവൈൻ ടൈമിനായിട്ട് കാത്തിരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ അധ്യായം ഭഗവാൻ തുറന്നു തരുന്നുണ്ട്. ഇത് പലർക്കും പല രീതിയിലായിരിക്കാം. ചിലർക്കിത് കരിയർ പരമായിട്ടായിരിക്കാം, ചിലർക്ക് സ്പിരിച്വലി ഒരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം, ഒരു ആത്മീയ ഉന്നമനത്തിനായിരിക്കാം, ചിലർക്ക് റിലേഷൻഷിപ്പ് പരമായിട്ടുള്ളതായിരിക്കാം. എന്തായിരുന്നാലും ഒരു പുതിയൊരു അധ്യായം ഭഗവാൻ തുറന്നു തരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ അനുയോജ്യമായ അവസരങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളത് ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിനെ സമർപ്പണത്തോടെ ഭഗവാനിൽ സമർപ്പിച്ച് സ്വീകരിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ അതിനു വേണ്ടി ഈ അവസരം നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴേക്കും അതിനെ കാണാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും തയ്യാറാവുക. നിങ്ങൾ ശ്രദ്ധയോടെ അവസരങ്ങളെ നോക്കി കാണുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഓപ്പണായി ഇരിക്കുക. നിങ്ങളുടെ മുന്നിൽ അവസരം വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം ഭഗവാൻ നിങ്ങൾക്ക് ഒരു അവസരം തരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങളിലുള്ള അഹങ്കാരം, നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അനാവശ്യമായ അറ്റാച്ച്മെന്റ്, ഇതെല്ലാം നിങ്ങൾ മാറ്റുക. നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളിലുള്ള ഈഗോ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നുള്ള ഡിവൈൻ ഫ്ലോ അതിനൊരു ബ്ലോക്ക് വരുത്തുന്നതാണ് നിങ്ങളിവിടെ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഈ മെൻ്റൽ ബ്ലോക്ക്സ്, നിങ്ങളുടെ ഈഗോ കാരണം ഭഗവാൻ നിങ്ങളിലോട്ട് തരാനുള്ള അനുഗ്രഹങ്ങൾ ഒരു ബ്ലോക്കേജ് സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാവർക്കുമുള്ള മെസ്സേജ് അല്ല. ആർക്കൊക്കെയാണോ അനുകൂലമായിട്ട് വരുന്നത്, റെസൊനേറ്റ് ചെയ്യുന്നത്, അവർ ഇതെടുക്കുക. മനസ്സിൻ്റെ അവസ്ഥകളൊന്ന് ചേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈഗോ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഭഗവാന് നിങ്ങളെ നയിക്കുന്നതാണ് എങ്കിൽ മാത്രമേ നിങ്ങളെ ഭഗവാന് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത്. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റാൻ പറയുന്നുണ്ട്. ഭഗവാനാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന ബോധ തലത്തിലോട്ട് നിങ്ങൾ വളരുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. എളിമത്വം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഭഗവാൻ പറയുന്നുണ്ട്. അത് നിങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കുന്നതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പഴയ ലൈഫിന് മൊത്തം ഒരു മാറ്റം, അടിമുടി ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് മൊത്തം മാറാൻ പോവാണ്. നിങ്ങളുടെ ചിന്തകൾക്കും അതുപോലെ പ്രവൃത്തികൾക്കും നിങ്ങളുടെ ഓൾഡ് റിലേഷൻഷിപ്പ്, അത് നിങ്ങൾ ബേർഡനായിട്ട് തന്നിരുന്ന സംഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റപ്പെടാൻ പോകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. നിങ്ങളുടെ സോൾ ഗ്രോത്തിലൂടെ നിങ്ങൾക്കെന്ന് മീൻസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോളിന് ഷൈൻ ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയുകയില്ല. പുറംചട്ടകൾ, അതായത് നമ്മുടെ ബാഹ്യമായ ശരീരം മാത്രമേ മാറുന്നുള്ളൂ.
ആ ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു റീബർത്ത്, ഈ ജന്മത്തിൽ തന്നെ ഒരു റീബർത്ത് വരുന്നുണ്ട്. ഒരു ഹയർ ലെവലിലോട്ടുള്ള ഒരു അവയർനെസ് തന്നെയാണ് നിങ്ങളിലോട്ട് വരുന്നത്. ഒരു മെൻ്റൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് തയ്യാറായിരിക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുക. നിങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും പോകുന്നതാണ് എന്നുള്ളൊരു മുൻകരുതലാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തന്നെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എന്തിനാണോ ആ സോൾ പർപ്പസിലോട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ പരിപോഷിപ്പിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ദൈവികമായ ഒരു അനുഗ്രഹം കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ഒരു ഹീലിങ്ങും ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും അവരിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണോ ഒരു ട്രൂ ഫ്രണ്ട് നമ്മളെ പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങളുടെ ഒരു ആത്മമിത്രം തന്നെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. മാനുഷികമായ ബന്ധങ്ങൾക്ക് ഒരു കോട്ടം തട്ടിയാൽ പോലും ഭഗവാനിൽ നിന്നുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും വരികയില്ല എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രൂ ഫ്രണ്ടായിട്ട് ഭഗവാനെ കണക്കാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ഷമയോടെ ഡിവൈൻ ടൈമിങ്ങിൽ കാത്തിരിക്കുക, വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ അവസരങ്ങൾ നിങ്ങളിലോട്ട് വരുന്നതിനെ നിങ്ങൾ കാണാനും അത് സ്വീകരിക്കാനും തയ്യാറാവുക. നിങ്ങൾ അലേർട്ടായിരിക്കുക, എപ്പോഴും അലേർട്ടായിരിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഈഗോ മെൻറ്റാലിറ്റി ഒക്കെ ഒന്ന് മാറ്റുക. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും നിങ്ങളെ അടിമുടി മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. അത് സ്വീകരിച്ചേ പറ്റൂ. അത് സ്വീകരിക്കാൻ തയ്യാറാവുക. മാനസികമായും ശാരീരികമായും നിങ്ങൾ പ്രിപ്പയർ ആവുക. അതുപോലെ തന്നെ ഭഗവാനുമായിട്ടുള്ള ചങ്ങാത്തം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.